ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബീഫ് വരട്ടിയത് ഉണ്ടാക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റാണ്, എന്നാലും നല്ല ഡ്രൈ ആയിട്ട് നല്ല ടേസ്റ്റോടുകൂടിയിട്ടുള്ള ഒരു ബീഫ് വരട്ടിയതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു ചുള വെളുത്തുള്ളി ചതച്ചത്, ഒരു 10 ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് മസ്റ്റായിട്ട് ചേർക്കണേ. പിന്നെ 1 ടീസ്പൂൺ നല്ല എരിവെള്ള മുളക് പൊടി. ബീഫ് വരട്ടിയതൊക്കെ കഴിക്കുമ്പോൾ നല്ല എരിവെള്ള മുളക് പൊടി തന്നെ വേണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത് ഞാൻ പൊടിച്ചത് തന്നെയാണ് കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് പൊടിയായാലും കുഴപ്പമില്ല. ഇനി നന്നായിട്ട് അങ്ങോട്ട് തിരുമി നന്നായിട്ട് പിടിപ്പിക്കുക. ഞാനിവിടെ അധികം നെയ്യില്ലാത്ത പീസാണ് വാങ്ങിയിരിക്കുന്നത്. അല്പം നെയ്യുള്ള പീസസൊക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇത് നന്നായിട്ട് തിരുമ്മി നന്നായിട്ട് പിടിപ്പിക്കുക. അപ്പം നല്ല അതിൻ്റെ നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം നല്ല രുചി നമ്മുടെ ഈ ബീഫിലേക്ക് കിട്ടും. ഇത് ഞാൻ ഒരു അരമണിക്കൂർ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തട്ടിപ്പൊത്തി അരമണിക്കൂർ വയ്ക്കും. ഇനി ഇത് കുറച്ച് നേരം ഇതുപോലെ അങ്ങ് ഇരിക്കട്ടെ. ഇനി നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. കുക്കറിലേക്ക് ഈ ബീഫെല്ലാം ഇട്ടിട്ട് ഞാനിവിടെ ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ 3 വിസിൽ ഗ്യാസ് ഏറ്റവും ലോ ആക്കി വെച്ചിട്ട് 3 വിസിലുമാണ് എടുക്കുന്നത്. എന്നിട്ട് ഫുള്ള് അതിൽ എയർ പോയതിന് ശേഷമാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെള്ളം ചേർക്കേണ്ട ഒരാവശ്യവും ഇല്ല. ബീഫിൽ നിന്ന് അല്പം വെള്ളം ഇറങ്ങും, എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ചിലപ്പോൾ എയറൊക്കെ പോകുന്ന കുക്കറാണെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് നമ്മുടെ ബീഫ് വേവിക്കാൻ വെക്കാം. ബീഫ് വെന്ത് എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. നമ്മൾ 1/2 കപ്പ് വെള്ളം ചേർത്തിരുന്നതുകൊണ്ട് ഇതിനകത്ത് വെള്ളം ഉണ്ടാവും. അതുകൂടാതെ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് വറ്റിച്ച് തന്നെ എടുക്കണം. കറിയായിട്ട് എടുക്കാനാണെങ്കിൽ നമ്മൾ വഴറ്റിയൊക്കെ അല്ലേ ഉണ്ടാക്കുക. ഇത് നമ്മൾ നന്നായിട്ട് വരട്ടിയെടുക്കാനായിട്ടാണ്. ഇനി നമുക്ക് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണയിലാട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് കിട്ടുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് പെരിഞ്ജീരകം 1 ടീസ്പൂൺ ജസ്റ്റ് ഒന്ന് പൊട്ടണം. കടുക് നമ്മൾ പൊട്ടിക്കുന്ന പോലെ തന്നെ പെരിഞ്ജീരകം ഒന്ന് പൊട്ടിക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഒരു 4 വറ്റൽമുളകും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. കരിയാതെ വറുത്തെടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 4 പച്ചമുളകാണ് ഇതുപോലെ കീറിയെടുത്തതാണ്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു 6 ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത് അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
കുറച്ച് കറിവേപ്പില മാറ്റി വെക്കുവാണ്. ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, കളറ് കിട്ടാൻ വേണ്ടി ചേർത്തതാണ്. വേണമെങ്കിൽ ചില്ലി പൗഡർ ചേർക്കുന്നത് ഒഴിവാക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഒട്ടും നെയ്യില്ലാത്ത പീസാണ്. നെയ്യുള്ള പീസാണെങ്കിൽ വെളിച്ചെണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് നമുക്ക് വരട്ടിയെടുക്കാം. ഇപ്പോൾ മുളകൊക്കെ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ബീഫ് അല്പം ചാറുണ്ട്, നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് വറ്റിച്ചെടുക്കണം. ഇങ്ങനെ ബീഫ് വരട്ടിയത് ഉണ്ടാക്കുമ്പം ഇത് 2-3 ദിവസമൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും കേട്ടോ. പുറത്ത് തന്നെ നമുക്ക് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചൂടാക്കി ഇങ്ങനെ എടുക്കാം. ചീത്തയാവത്തില്ല. 3 ദിവസം വരെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും. ഇത് വെള്ളം കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനിയും ഒന്നും കൂടെ വരട്ടിയെടുക്കണം. ഒട്ടും വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ട് നമുക്കെടുക്കാം. ഇതിന് നല്ല എരിവോടുകൂടെ കഴിക്കാനാട്ടോ രുചി. അപ്പോൾ അല്പം എരിവോടുകൂടെ തന്നെ ഉണ്ടാക്കാം. ഇനി ഒട്ടും എരിവ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ ചേർത്ത എണ്ണ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ വരട്ടിയെടുക്കുക. അധികം എണ്ണ ചേർക്കാതെ. അല്പം നെയ്യുള്ള പീസസ് ആണെങ്കിൽ 2-3 കഷ്ണം നെയ്യുള്ള പീസസ് ആണെങ്കിൽ ഇത്രയും കൂടി വെളിച്ചെണ്ണ നമുക്ക് ചേർക്കേണ്ടി വരില്ല. ഇതിപ്പോൾ നന്നായിട്ട് വരണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല സൂപ്പറായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിരിക്കും. നല്ല രുചിയുള്ള ബീഫ് വരട്ടിയതാണ്. ഇനി അവസാനം ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ലാസ്റ്റ് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ രുചി മുന്നിൽ നിൽക്കുമല്ലോ. അപ്പോൾ ഇച്ചിരി ഗരം മസാല. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി ഞാനിതൊരു പ്ലേറ്റിൽ സെർവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ബീഫ് വരട്ടിയത് വീട്ടിലുണ്ടാക്കി നോക്കുക. അഭിപ്രായം അറിയിക്കുക. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.